പെട്രോനാസ് ടവർ മലേഷ്യയുടെ ഐക്കണായിട്ടുള്ളൊരു ബിൽഡിംഗാണ് ഇത്. ലോകത്തിലെ ഏറ്റവും വലിയ ഇരട്ട ഗോപുരങ്ങളാണ് ഇത്. നമുക്കിതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു 5-6 നില ഷോപ്പിംഗ് കോംപ്ലക്സാണ്. അതിൻ്റെ മുകളിലോട്ടുള്ള നിലകളിൽ 26ാമത്തെ നിലയിൽ ഒരു സ്കൈ ബ്രിഡ്ജുണ്ട്. 2 ബിൽഡിങ്ങുകളെ തമ്മിൽ 2 ഗോപുരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സ്കൈ ബ്രിഡ്ജുണ്ട്. നമുക്ക് അതിൽ കയറി താഴെയുള്ള കാഴ്ചകൾ കാണാം. അതിന് ടിക്കറ്റ് ഞങ്ങൾ ഓൺലൈൻ എടുത്തതാണ്. നാട്ടിലായിരുന്നപ്പോഴേ എടുത്തു. ഇവിടെ പലരും ടിക്കറ്റ് എടുക്കാൻ വന്നിട്ട് തിരിച്ചു പോകുന്ന കാഴ്ച കാണാമായിരുന്നു. കാരണം ടിക്കറ്റ് ഇല്ല, അത് കഴിഞ്ഞു പോയി. അപ്പോൾ ഇത് ഒരു ടിക്കറ്റിന് 2000 രൂപയാണ് ഒരാൾക്ക്. ഇന്ത്യൻ മണി 2000 രൂപ ഒരാൾക്കായി. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളിവിടെ വരുന്നു, ഇതുപോലെ ഒരു സ്റ്റിക്കർ വരുന്നു, പിന്നെ നമ്മളെ ലിഫ്റ്റിൽ കയറ്റിയിട്ട് 26ാമത്തെ നിലയിൽ സ്കൈ ബ്രിഡ്ജിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ നമുക്ക് ആ സ്കൈ ബ്രിഡ്ജിൽ കൂടി നടന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. ഈ ആൾക്കാർ ഇപ്പോൾ ഈ ഇറങ്ങുന്നത് ആ സ്കൈ ബ്രിഡ്ജിലേക്കാണ്. പിന്നെ അവിടെ നടന്ന് താഴേക്കുള്ള കാഴ്ചകൾ കാണാം. താഴേക്കുള്ള കാഴ്ചകൾ താഴെ നിന്നുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോഴുള്ള ആ ഒരു രസം മാത്രമേ ഉള്ളൂ. പിന്നെ കണ്ടിറങ്ങിയപ്പോഴത്തേക്കും അങ്ങനെ പ്രത്യേകിച്ചൊന്നും അതിൽ കാണാനില്ല എന്ന് തോന്നി. പക്ഷേ ഈ ഒരു വ്യൂ, അപ്പം നമ്മൾ ആദ്യം ഫോട്ടോ എടുത്ത റോഡാണത്, റോഡ് നിന്ന് ഫോട്ടോ എടുത്ത സ്ഥലമാണ്. അതൊക്കെ നമുക്കിങ്ങനെ മുകളിൽ നിന്ന് കാണുമ്പോഴുള്ള ഒരു രസം. പിന്നെ എന്നെപ്പോലെയുള്ളവർക്കൊക്കെ തല കറങ്ങുമായിരിക്കും. എനിക്കിതൊക്കെ കണ്ടിട്ട് ആകെപ്പാടെ തല കറക്കമൊക്കെ ആയിരുന്നു. ഇങ്ങനെ കുറേ ബിൽഡിങ്ങുകൾ ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ കുറേ സെൽഫ് ഫോട്ടോഗ്രാഫി, അവിടെ കുറച്ച് ക്യാമറാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നേ പോയി നിന്ന് ഇങ്ങനെ കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിക്കാവും. ആ ഫോട്ടോസ് നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ അവരുടെ നിന്ന് വാങ്ങാൻ പറ്റും. അപ്പോൾ കുറച്ച് പേര് പോയി വാങ്ങുന്നത് കണ്ടിട്ട് ഞങ്ങൾ പോയി അതിൻ്റെ റേറ്റ് നോക്കി. അപ്പോൾ ഒരു ഫോട്ടോയ്ക്ക് 2000-3000 രൂപയൊക്കെയാണ്, ഇന്ത്യൻ റുപ്പി 2000-3000 ഒക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് വാങ്ങിയില്ല, ഞങ്ങൾ പോയി. അപ്പോൾ ഇതാണ് സ്കൈ ബ്രിഡ്ജ്, 2 ഗോപുരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്കൈ ബ്രിഡ്ജ്. ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം ആണ് ഇത്. ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട്, അതുകൊണ്ട് ടിക്കറ്റ് കിട്ടാതെ പോകുന്നുണ്ടല്ലോ. ഇനി അടുത്ത നമ്മളെ 56ാമത്തെ നിലയിലേക്ക് കൊണ്ടുപോകും. 56ാമത്തെ നിലയിൽ 360 ഡിഗ്രിയിൽ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും. ചുറ്റും ഗ്ലാസ്സാണ്. അപ്പോൾ ചുറ്റും നടന്നിട്ട് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും. പക്ഷേ പെട്രോനാസ് ട്വിൻ ടവർ എന്ന് പറയുന്നത് മലേഷ്യയുടെ ഒരു ഐക്കണാണ്. അപ്പോൾ നമ്മൾ മലേഷ്യയിൽ വരുവാണെങ്കിൽ ഇത് മിസ്സ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും കയറി കാണുവാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ വരുമ്പോൾ തന്നെ ഈ ട്വിൻ ടവറിൻ്റെ ഫ്രണ്ടിൽ കുറേ ഫോട്ടോഗ്രാഫേഴ്സ് നിൽപ്പുണ്ട്. അവർ നമ്മളൊക്കെ ഫോട്ടോ എടുത്ത് തരാമെന്ന് പറയും. അപ്പോൾ ഈ 2 ഗോപുരങ്ങളും ഇങ്ങനെ വന്ന് നമ്മളിങ്ങനെ നടുക്ക് വരുന്ന ആ ഒരു പോയിൻ്റ് നമുക്കെന്തായാലും പുതുതായിട്ട് വരുന്ന ഒരാളിനെ അറിയില്ലല്ലോ. പക്ഷെ അവർ നമുക്ക് എടുത്തു തരും. ഒരു ഫോട്ടോയ്ക്ക് ഇന്ത്യൻ മണി 350 രൂപയാണ് ആകുന്നത്. എക്സ്ട്രാ ഫോട്ടോ വേണമെങ്കിൽ വീണ്ടും ക്യാഷ് കൊടുക്കണം. പക്ഷെ അവരെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്കിങ്ങനെ വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കൈ കാണിക്കുമ്പോൾ ഈ ട്വിൻ ടവർ നമ്മുടെ കയ്യിൽ വരുന്നൊരു ഏർപ്പാടുണ്ട്. അതിൻ്റെ കയ്യിൽ ഇങ്ങനെ ട്വിൻ ടവർ വരുന്നില്ലേ, അപ്പോൾ അത് നല്ല രസമായിട്ട് തോന്നി. അതൊരു അട്രാക്ഷനാണ്. പിന്നെ ഇത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഈ ട്വിൻ ടവറിൻ്റെ ചിത്രങ്ങൾ ഉള്ള കുറേ ഗിഫ്റ്റ് ഐറ്റംസ് വാങ്ങാനായിട്ട് ഉള്ള ഒരു ഷോപ്പിൽ എത്തും. പക്ഷേ എല്ലാം ഹൈ റേറ്റാണ്. അപ്പോൾ നമ്മളെല്ലാം ഇന്ത്യൻ മണിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാണ് ഓരോ സാധനങ്ങളുടെയും വില നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊന്നും വാങ്ങാൻ തോന്നത്തില്ല. അതുകൊണ്ട് ഞങ്ങളൊന്നും വാങ്ങിയില്ല. അവിടെ വരുന്ന ഓൾമോസ്റ്റ് ആൾക്കാരും ഒന്നും വാങ്ങാതെ തന്നെയാണ് പോകുന്നത്. പിന്നെ 1-2 പേര് ഏതെങ്കിലുമൊക്കെ വാങ്ങുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ട്വിൻ ടവറിൻ്റെ വിശേഷങ്ങൾ. ഇത് ഇവിടുന്ന് നമ്മൾ കണ്ട് തിരിച്ച് ടിക്കറ്റ് നിന്ന് ആ സ്ഥലത്ത് തന്നെ നമ്മളെത്തും. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഷോപ്പിങ്ങോ ഫുഡ് കഴിക്കാനോ ഒക്കെ പോകാവുന്നതാണ്. അപ്പോൾ മലേഷ്യയിൽ വരുമ്പോൾ ട്വിൻ ടവർ മിസ് ചെയ്യേണ്ട. ഓക്കെ.